ക്ഷേമ പെൻഷൻ വിതരണത്തിലെ നടപടിക്രമങ്ങൾ ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള പ്രതിപക്ഷത്തിന്റെ വിമർശനത്തിനാണ് മന്ത്രിയുടെ മറുപടി. ബഹുമാനായ സ്പീക്കറാണ് ഞങ്ങളുടെ അവകാശങ്ങൾ എപ്പോഴും സംരക്ഷിക്കേണ്ടത്. ഇവിടെ ഉന്നയിച്ച പ്രശ്നം സാധാരണ നടപടിക്രമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പെൻഷൻ വിതരണം ചെയ്തു എന്നുള്ളതാണ്. അത് ഒരു ഓഫീസിൽ കൊണ്ടുപോയി, ഒരു പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയി വിതരണം ചെയ്യുന്ന അവസ്ഥയുണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഭാഗമായി വാട്സപ്പ് മെസ്സേജ് അയച്ച കാര്യവും ഇവിടെ പറയുകയുണ്ടായി. സർ, ഇതൊക്കെ ക്രമവിരുദ്ധമായ നടപടിയാണല്ലോ. അത് സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തണ്ടേ? അങ്ങനെയായാലല്ലേ ഭാവിയിൽ ക്രമവിരുദ്ധമായ നടപടികൾ ഒഴിവാക്കാൻ പറ്റൂ. അതിന് സംരക്ഷണം നൽകിയല്ലേ അങ്ങ് വേണ്ടത് എന്നതാണ് എനിക്ക് അങ്ങയെ ഓർമ്മിപ്പിക്കാനുള്ളത്. UDF ഭരണത്തിൽ വന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അധികാര ദുർവിനിയോഗം എല്ലാ സീമകളും ലംഘിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ക്ഷേമ പെൻഷൻ വിതരണത്തിലുള്ള സർക്കാർ നടപടികൾ മറികടന്ന് സംസ്ഥാനത്ത് പലയിടത്തും ഗുണഭോക്താക്കൾക്ക് നേരിട്ട് വിതരണം ചെയ്യുന്നതിന് പകരം ഭരണകക്ഷിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിലേക്ക് ഗുണഭോക്താക്കളെ വിളിച്ചു വരുത്തി സുതാര്യമായ ക്ഷേമ പെൻഷൻ വിതരണം അട്ടിമറിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഗുണഭോക്താക്കൾക്ക് വീടുകളിൽ പോയി പെൻഷൻ നൽകി രസീത് വാങ്ങണമെന്നതാണ് ചട്ടം. എന്നാൽ അവരെ മറ്റ് സ്ഥലങ്ങളിലേക്ക് വിളിച്ചു വരുത്തുന്നത് നിയമവിരുദ്ധമാണ് എന്നറിയാഞ്ഞിട്ടല്ല. ഭരണമാറ്റം ഇങ്ങനെയാണോ സാർ നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യർക്ക് ബോധ്യമാകേണ്ടത്? ഈ രീതി മറ്റുള്ളവരും തുടർന്നാൽ വലിയ തോതിൽ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും അധികാര ദുർവിനിയോഗത്തിനുമാണ് അത് ഇടവരിക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.